Okay, so good morning to all. Okay, okay. Next we discuss about that is next problem that is composite wall. Same concept, composite wall. എന്താ പറയുന്നത്? A furnace wall, a furnace wall is composed of 220 fire brick. 220 ഇപ്പൊ നമ്മളൊരു ഫർണസ് വാൾ ആണ് ഉണ്ടാക്കുന്നത്. അല്ല എന്താ പറയണത്? ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞു അല്ലെ. ആദ്യത്തെ പറയുന്നത് എന്താണ്? ഫയർ ബ്രിക്ക് ആണ്. ഫയർ ബ്രിക്ക് എത്ര തിക്നെസ് ആണ്? 220 തിക്നെസ് ആണ് ഫയർ ബ്രിക്ക് വരുന്നത്. രണ്ടാമത്തെ കേസ് എന്താണ്? 150 ഓഫ് കോമൺ ബ്രിക്ക്. അടുത്ത എന്താണ്? അടുത്തതിന്റെ ലെങ്ത് എത്ര വരുന്നത്? തിക്നെസ് എത്ര വരുന്നത്? 120 ഓഫ് കോമൺ ബ്രിക്ക്. ആൻഡ് അടുത്ത എന്താണ്? 50 ഓഫ് 85% മഗ്നീഷ്യ ആൻഡ് 3 ഓഫ് എന്താണ്? സ്റ്റീൽ പ്ലേറ്റ്. അപ്പൊ ആദ്യത്തെ രണ്ട് ലെയർ ഓക്കെ. മൂന്നാമത്തെ ലെയർ എന്താ പറയണത്? 50 ഓഫ് എന്താണ്? 85% മഗ്നീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത എന്താണ്? മൂന്നാമത്തെ ലെയർ കഴിഞ്ഞു. നാലാമത്തെ എന്താണ്? 3 ഓഫ് സ്റ്റീൽ പ്ലേറ്റ് ആണ്. 3 ഓഫ് സ്റ്റീൽ പ്ലേറ്റ് അറ്റ് ഔട്ട്സൈഡ്. 3 ഓഫ് സ്റ്റീൽ പ്ലേറ്റ് അറ്റ് ഔട്ട്സൈഡ്. അപ്പോ ഇത് ഉണ്ടാക്കിയേക്കണം 4 വാള് വെച്ചിട്ടാ. നോക്കി, ഇതാണ് നമ്മൾ കാണുന്ന 4 വാള്. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ കേസ് നമുക്ക് വരുന്നത് ഫയർ ബ്രിക്ക് ആണ്. ഫയർ ബ്രിക്കിന്റെ തിക്നെസ് എത്രയാ? 220 ആണ്. രണ്ടാമത്തെ എന്താണ്? കോമൺ ബ്രിക്ക് ആണ്. അതിന്റെ തിക്നെസ് എത്രയാണ്? 150 ആണ്. മൂന്നാമത്തെ എന്താണ്? 85% മഗ്നീഷ്യ ആണ്. അതിന്റെ തിക്നെസ് എത്രയാണ്? 50 ആണ്. നാലാമത്തെ കേസ് എന്താണ്? സ്റ്റീൽ ആണ്. അതിന്റെ തിക്നെസ് എത്രയാണ്? 3 ആണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനകത്ത് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി എന്താ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ഇൻസൈഡ് സർഫസ് ടെമ്പറേച്ചർ ഈസ് 1300 ഡിഗ്രി സെൽഷ്യസ്. ഇൻസൈഡ് സർഫസ് ടെമ്പറേച്ചർ ഈസ് 1300. അപ്പൊ ഇൻസൈഡ് ആദ്യത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 1300 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ എത്ര വരുന്നത്? 1300 ഡിഗ്രി 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി എന്താണ്? ആൻഡ് ഔട്ട്സൈഡ് സർഫസ് ടെമ്പറേച്ചർ ഈസ് 90 ഡിഗ്രി. എന്താ പറയണത്? ഔട്ട്സൈഡ് സർഫസ് ടെമ്പറേച്ചർ, പുറത്തെ ആംബിയൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ അവസാനത്തെ വാളിന്റെ ടെമ്പറേച്ചർ എത്ര വരുന്നത്? 90 ഡിഗ്രിയാണ്. ഔട്ട്സൈഡ് സർഫസ് ടെമ്പറേച്ചർ ഈസ് എത്രയാണ്? 90 ഡിഗ്രി. ഇനി എന്താ പറയണത്? എസ്റ്റിമേറ്റ് എന്താണ്? ദ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ലെയർ ആൻഡ് എന്താ ചെയ്യേണ്ടത്? നമുക്ക് എസ്റ്റിമേറ്റ് എന്താ ചെയ്യേണ്ടത്? ടെമ്പറേച്ചർ ബിറ്റ്വീൻ ലെയർ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് എന്താണ്? കാൽക്കുലേറ്റ് എന്താണ്? ഹീറ്റ് ലോസ് കണ്ടുപിടിക്കണം. കിലോ ജൂൾ പെർ മീറ്റർ സ്ക്വയർ. എന്ത് ചെയ്യണം? ഹീറ്റ് ലോസ് കണ്ടുപിടിക്കണം. ഹീറ്റ് ലോസ് കണ്ടുപിടിക്കുമ്പോൾ എന്താ പറയുന്നത്? അസ്യൂം. എന്താ കാരണം അസ്യൂം ചെയ്യാൻ വേണ്ടിട്ടുണ്ട്? ഒന്നാമത്തെ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രിക്ക് 4 ആണ്. 4 കിലോ ജൂൾ പെർ മീറ്റർ എന്താ പറയാ മീറ്റർ അവർ ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോമൺ ബ്രിക്ക് ആണ്. അടുത്ത 2.8 ആണ്. അടുത്ത് നമുക്ക് എന്താണ്? K4 85% മഗ്നീഷ്യ എത്രയാണ്? 0.24 ആണ്. അടുത്തത് നമുക്ക് K സ്റ്റീൽ ആണ്. ദാറ്റ് ഈസ് എത്രയാണ്? 240. അപ്പൊ ഇത്രയും കേസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ കേസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഹീറ്റ് ലോസ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് നോക്കാം. ജനറൽ ഇക്വേഷൻ എന്താ ഹീറ്റ് ലോസിന്റെ? ജനറൽ ഇക്വേഷൻ എന്താ? നോക്കി എല്ലാവരും. ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ആർ ടി എച്ച്. അപ്പൊ ഇവിടെ ഡെൽറ്റ ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാ? T1 ആണ്. ഫൈനൽ എത്രയാ? T5 ആണ്. അപ്പൊ എങ്ങനെ വരും? ഡെൽറ്റ ടി T1 മൈനസ് T5 ഡിവൈഡഡ് ബൈ സമേഷൻ ഓഫ് ആർ ടി എച്ച്. എന്താണ്? T1 മൈനസ് T5 ഡിവൈഡ് ബൈ സമേഷൻ ഓഫ് ആർ ടി എച്ച്. നോക്കിക്കഴിഞ്ഞാൽ T1 മൈനസ് TH ഡിവൈഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 4 ലെയർ ഉണ്ട്. അപ്പൊ എന്തുവരും? RTH1 പ്ലസ് RTH2 പ്ലസ് RTH3 പ്ലസ് RTH4. കിട്ടിയോ? എന്തൊക്കെയാ പറയണത്? T1 മൈനസ് T5 ഡിവൈഡഡ് ബൈ എന്താണ്? RTH1 പ്ലസ് RTH2 പ്ലസ് RTH3 പ്ലസ് RTH4. അപ്പൊ 4 തിക്നെസ് ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഏതിനെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ആ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മുടെ ടെമ്പറേച്ചർ
ഹീറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസിനെ വെച്ച് ഡിവൈഡ് ചെയ്യണം. നോക്കാം. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വലി ഓരോന്നിന്റെയും നമുക്ക് എന്ത് ചെയ്യാം, RTH1 കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഹീറ്റ് ലോസ് ആണ് കണ്ടുപിടിക്കണേ, അല്ലാതെ ഇവിടെ ഹീറ്റ് ഫ്ലക്സ് അല്ല. രണ്ടും വ്യത്യാസം മനസ്സിലാക്കുക. ഹീറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ Q ആണ്. അതേസമയം നമ്മൾ ഹീറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട വാല്യൂ ഹീറ്റ് ഫ്ലക്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, Q ഡിവൈഡഡ് ബൈ A ആണ്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ q. ഓക്കെ, നോക്കാം. ഇനി എന്താണ് ഈ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. RTH1 ഫസ്റ്റ് വൺ എന്താണ്, RTH1 എന്ന് വെച്ചാൽ എന്താ, L1 ഡിവൈഡ് ബൈ A1 ഇൻറ്റു K1. L1 എന്ന് വെച്ചാൽ 220 mm ആണ്. 220 ഇൻറ്റു 10⁻³ മീറ്റർ ആണ്. യൂണിറ്റ് ഏരിയ ആണെങ്കിൽ ഫോർ ഏരിയ A ഈക്വൽ ടു 1 ആൻഡ് അഗൈൻ കണ്ടക്ടിവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് എടുത്തൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ആൻസർ ബിക്കം ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരുന്നുണ്ടാവുക, 0.055 മീറ്റർ സ്ക്വയർ അവർ ഡിഗ്രി സെൽഷ്യസ് പെർ കിലോ ജൂൾ. ഓക്കെ, അപ്പൊ നമ്മൾ യൂണിറ്റ് എന്നുള്ളത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ലെങ്ത് എന്താണ്, മീറ്റർ ആണ്. ഡിവൈഡ് ബൈ ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. കണ്ടക്ടിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഫൈനൽ യൂണിറ്റ് നിങ്ങൾ കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ. രണ്ടാമത്തെ കേസ് RTH2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, L2 ഡിവൈഡ് ബൈ A2 ഇൻറ്റു K2. L2 എന്ന് വെച്ചാൽ എത്രയാണ്, 150 mm ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 1.15 മീറ്റർ ഡിവൈഡഡ് ബൈ നമുക്കറിയാം ഏരിയ 1 ആണ്, യൂണിറ്റ് ഏരിയ ഇൻറ്റു K2 2.8 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണും KB എത്രയാണ്, 2.8 ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് അറൌണ്ട് എത്രയാണ്, 0.5357. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടില്ല. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എത്ര വരുന്നത്, 0.5357 മീറ്റർ സ്ക്വയർ അവർ ഡിഗ്രി സെൽഷ്യസ് പെർ കിലോ ജൂൾ. കിട്ടിയോ? അപ്പൊ എന്ത് കിട്ടി, രണ്ടാമത്തെ തിക്നെസ് നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ തിക്നെസ് ആണ് RTH3. എന്താണ് RTH3 എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, L3 ഡിവൈഡഡ് ബൈ A3 ഇൻറ്റു K3. L3 ഡിവൈഡഡ് ബൈ A3 ഇൻറ്റു K3 ദാറ്റ് ഈസ് ഈക്വൽ ടു L3 എത്രയാണ്, നോക്കി ഇവിടെ നോക്കി നിങ്ങൾ, L3 എത്രയാ, 50 ആണ്, 50 mm. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ എങ്ങനെ വരും, 50 ഇൻറ്റു 10⁻³ എന്ത് വരും, 0.05 വരും. ഡിവൈഡഡ് ബൈ യൂണിറ്റ് തിക്നെസ് എത്ര വരുന്നത്, 1 ആണ്. 1 ഇൻറ്റു K3 എത്ര വരുന്നത്, 0.24 ആണ്. K3 എത്ര വരുന്നത്, 0.24 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എത്രയാണ്, 0.2083 മീറ്റർ സ്ക്വയർ അവർ ഡിഗ്രി സെൽഷ്യസ്. 0.2083 മീറ്റർ സ്ക്വയർ അവർ ഡിഗ്രി സെൽഷ്യസ് പെർ കിലോ ജൂൾ. കിട്ടിയോ? നമുക്ക് എന്ത് കിട്ടി, RTH1 കിട്ടിയായിരുന്നു, RTH2 കിട്ടിയായിരുന്നു, RTH3 കിട്ടിയായിരുന്നു. കിട്ടിയത് നിങ്ങൾക്ക് മൂന്നും കിട്ടിയില്ലേ? ഇതാണ് നമുക്ക് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ, നമുക്കത് കണ്ടുപിടിക്കാം. നോക്കാം, മനസ്സിലാക്കാൻ. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് RTH4. എന്താ കണ്ടുപിടിക്കേണ്ടത്, RTH4. അപ്പൊ RTH4 എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ നോക്കി, L4 ഡിവൈഡഡ് ബൈ A4 ഇൻറ്റു K4. L4 ഡിവൈഡഡ് ബൈ എന്താണ്, A4 ഇൻറ്റു K4. നമുക്കറിയാം L4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 mm ആണ് അല്ലെ, 3 mm. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 0.003 ഡിവൈഡഡ് ബൈ തിക്നെസ് എത്രയാണ്, 1 ആണ്, ഇൻറ്റു കണ്ടക്ടിവിറ്റി എത്രയാ, 240 ഇൻറ്റു 240 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എല്ലാവരും കാൽക്കുലേറ്റർ എടുത്ത് നോക്കി എല്ലാവരും, കിട്ടുന്ന വാല്യൂ എത്രയാണ്, 1.25 ഇൻറ്റു 10⁻⁵ മീറ്റർ സ്ക്വയർ അവർ ഡിഗ്രി സെൽഷ്യസ് പെർ കിലോ ജൂൾ. കേട്ടോ, 1.25 ഇൻറ്റു 10⁻⁵ മീറ്റർ സ്ക്വയർ അവർ ഡിഗ്രി സെൽഷ്യസ് പെർ കിലോ ജൂൾ. കിട്ടിയല്ലോ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, റെസിസ്റ്റൻസ് മൊത്തം കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ റെസിസ്റ്റൻസിനെ മൊത്തം കണ്ടുപിടിക്കണം. RTH ദാറ്റ് ഈസ് ഈക്വൽ ടു RTH അല്ലെങ്കിൽ സമേഷൻ ഓഫ് RTH. അതായത് നമുക്ക് എന്ത് കിട്ടും, RTH1
plus RTH2, RTH3, RTH4. That is equal to 0.055, 0.05357, 0.2083, that is 1.25 into 10 power minus 5. നമ്മൾ ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ ആണ്, ദാറ്റ് ഈസ് അറൌണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാവരും നോക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 0.3169. എത്രയാണ്? 0.3169 മീറ്റർ സ്ക്വയർ അവർ ഡിഗ്രി സെൽഷ്യസ് പെർ കിലോ ജൂൾ. എത്രയാണ്? 0.3169 മീറ്റർ സ്ക്വയർ അവർ ഡിഗ്രി സെൽഷ്യസ് പെർ കിലോ ജൂൾ. ദാറ്റ് മീൻസ് ഹീറ്റ് ലോസ് പെർ യൂണിറ്റ് ഏരിയ അങ്ങനെ കണ്ടുപിടിക്കണേ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് കോമൺ ഇക്വേഷൻ. എന്താ പറയുന്നത്? ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ summation of RTH, that is equal to delta T, that is equal to എത്രയാണ്? T1 minus T5 divided by summation of RTH എന്ന് വെച്ചാൽ ഈ വാല്യൂ. അപ്പൊ T1 minus T5 എന്ന് വെച്ചാൽ എത്ര വരുന്നത്? 1500 minus 90. T1 minus T5 എന്ന് വെച്ചാൽ എത്രയാണ്? T1 minus T5 എന്ന് വെച്ചാൽ എത്രയാണ്? 1500 minus 90 whole divided by RTH. RTH equal to എത്രയാണ്? 0.3169. RTH equal to 0.3169. RTH equal to എത്രയാണ്? 0.3169. കിട്ടിയല്ലോ. നമ്മൾ ഇതിനൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കി എത്ര കിട്ടുന്നത്? ആൻസർ എത്ര വരുന്നത്? ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്? 449.35. നോക്കുക, 449.35 കിലോ ജൂൾ പെർ എച്ച് മീറ്റർ സ്ക്വയർ. എത്ര വരുന്നത്? 449.35 കിലോ ജൂൾ പെർ അവർ മീറ്റർ സ്ക്വയർ. കിട്ടിയല്ലോ. ഇതിനകത്തുനിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ക്യൂ കണ്ടുപിടിക്കണം. സ്മോൾ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഹീറ്റ് ലോസ് പെർ യൂണിറ്റ് ഏരിയ കിട്ടി. ഹീറ്റ് ലോസ് പെർ എന്ത് കിട്ടി? യൂണിറ്റ് ഏരിയ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ടെമ്പറേച്ചർ ബിറ്റ്വീൻ ലെയേഴ്സ് കണ്ടുപിടിക്കും. ഓരോ ലെയറിന് ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഫസ്റ്റ് കേസ്, ഒരു കേസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ക്യൂ ഈക്വൽ ടു എങ്ങനെയാണ്? ഒരു കേസ് നമുക്ക് എങ്ങനെയാ ചെയ്യുന്നത്? ലാസ്റ്റ് കേസ് നമുക്ക് എടുക്കുന്നത് എങ്ങനെയാ വരിക? T4 മൈനസ് T5. ലാസ്റ്റ് കേസ് എങ്ങനെയാ വരണേ? T4 മൈനസ് T5 ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? RTH4 ആണ്. മനസ്സിലായോ? T4 മൈനസ് T5 ഡിവൈഡ് ബൈ എന്താണ്? RTH4 അല്ലെ? T4 മൈനസ് T5 ഡിവൈഡ് ബൈ എന്താണ്? RTH4. ഓക്കെ. ഇനി നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാം? ഈക്വലന്റ് T4 മൈനസ് T5 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? Q ഇൻറ്റു എന്താണ്? RTH4. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനകത്ത് T4 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? T4 നമുക്ക് T5 അറിയാം. അപ്പൊ എന്ത് ചെയ്യും? T5 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. T5 പ്ലസ് Q ഇൻറ്റു RTH4. T5 എന്ന് വെച്ചാൽ എത്രയാ? 90 പ്ലസ് Q എത്രയാണ്? 4449.35. 4449.35 ഇൻറ്റു എന്താ പറയുന്നത്? 1.25 ഇൻറ്റു 1.25 ഇൻറ്റു 10 പവർ മൈനസ് 5. മനസ്സിലായോ? 1.25 ഇൻറ്റു 10 പവർ മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു? 90.056. സിമിലർലി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കേസിന്റെയും നമുക്ക് എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കണ്ടുപിടിക്കും. ഞാൻ അത് ഇക്വേഷൻ ഒന്നും എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് കാണുന്നില്ല. വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വരും. രണ്ടാമത്തെ കേസ് വെച്ചാൽ എന്താ? Q ഈക്വൽ ടു T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ എന്ത് വരും? RTH3 വരും. അപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ വരും? അത് ഡയറക്റ്റ് എഴുതാണ്. ഞാൻ എനിക്ക് നോക്കിയിട്ട് നമുക്ക് രണ്ടാമതെല്ലാം ചെയ്യേണ്ട കാര്യമല്ലോ. നമുക്ക് എന്ത് വരും? T3 ഈക്വൽ ടു അങ്ങനെ വരും T4 പ്ലസ് Q ഇൻറ്റു RTH3. T4 എന്ന് വെച്ചാൽ എത്രയാ? 90.056 ആണ്. പ്ലസ് Q എത്രയാണ്? 4449.35 4449.35 ഇൻറ്റു
ഇൻറ്റു എത്രയാണ് 0.2083 ഇൻറ്റു എന്താണ് 0.2083 കിട്ടിയല്ലോ നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക 1016 ഡിഗ്രി സെൽഷ്യസ്. എത്ര വരണ ആൻസർ എത്ര വരുന്നത് 1016.86 1016.86 കിട്ടി. അതാണ് നമുക്ക് എന്തുണ്ടാവുക T3 വരുന്നുണ്ടാവുക. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് T2 കണ്ടുപിടിക്കണം. സിമിലർലി എന്താണ് T2 കാൽക്കുലേറ്റ് ചെയ്യണം. T2 ഈക്വൽ ടു എന്താ വേണ്ടത് T2 ഈക്വൽ ടു എന്ത് വരും T3 പ്ലസ് Q ഇൻറ്റു RTH2. എന്താണ് T2 ഈക്വൽ ടു എന്താണ് T2 ഈക്വൽ ടു എന്താണ് T3 പ്ലസ് Q ഇൻറ്റു RTH2. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 1016.86 പ്ലസ് 4449.35 ഇൻറ്റു എന്താണ് 0.05357 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു 1255 ഡിഗ്രി സെൽഷ്യസ്. എത്രയാണത് 1255.2 ഡിഗ്രി സെൽഷ്യസ് കിട്ടിയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് T2 ആണ്. നമുക്ക് എന്തൊക്കെ കിട്ടി T3 T4 ഓൾറെഡി അറിയാം, T5 ഓൾറെഡി അറിയാമായിരുന്നു, T5 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, T3 കാൽക്കുലേറ്റ് ചെയ്തു, T2 കാൽക്കുലേറ്റ് ചെയ്തു. ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് T1 ഈക്വൽ ടു എന്താണ് T2 പ്ലസ് Q ഇൻറ്റു RTH1. T1 ഈക്വൽ ടു T2 പ്ലസ് Q ഇൻറ്റു RTH1. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് T2 എത്രയാണ് 1255. ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ 1255.2 പ്ലസ് Q 4449.35 ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് എന്താണ് 0.055 ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ദാറ്റ് ഈസ് അറൌണ്ട് എത്രയാണ് 1500 ഡിഗ്രി സെൽഷ്യസ്. 1500 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ നിങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യുക എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ കേസ്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ടോട്ടൽ ഹീറ്റ് ലോസ് പെർ യൂണിറ്റ് ഏരിയ കണ്ടുപിടിക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടത് ടെമ്പറേച്ചർ ബിറ്റ്വീൻ ലെയേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ടോട്ടൽ ഹീറ്റ് ലോസ് ക്വസ്റ്റ്യൻ വായിച്ച് ടോട്ടൽ ഹീറ്റ് ലോസ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഈക്വൽ ടു ഡെൽറ്റ T ഡിവൈഡഡ് ബൈ RTH ആണ്. ടോട്ടൽ RTH ആണ് സമ്മേഷൻ RTH. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കേസ് ആണെങ്കിൽ RTH1 പ്ലസ് RTH2 RTH3 പ്ലസ് RTH4. ഡെൽറ്റ T എന്ന് വെച്ചാൽ ടോട്ടൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. 4 കേസ് ആണെങ്കിൽ T1 മൈനസ് ആംബിയൻ T1 മൈനസ് T5 ഡിവൈഡ് ബൈ RTH ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം ഓരോ ലെയർ ഇൻ ബിറ്റ്വീൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഉദാഹരണം നമ്മൾ എന്ത് ചെയ്തു T4 മൈനസ് T5 കണ്ടുപിടിച്ചു. അതെങ്ങനെ കണ്ടുപിടിച്ചു T5 അറിയാം. അപ്പൊ അത് വെച്ച് നമ്മൾ T4നെ നമ്മൾ ഇക്വേറ്റ് നമ്മൾ T4 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ വാല്യൂ കണ്ടുപിടിച്ചത്. അഗെയിൻ അതിനനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ ലൈൻസ്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് റിവ്യൂ ചെയ്യുക, കറക്റ്റ് ആയിട്ട് നോക്കി പോവാ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഒന്നും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, താങ്ക് യു.